സമാധാനമാണ്. അല്ലെ? ഈ സ്ത്രീകളെ സംബന്ധിച്ചോളം ബാത്റൂമൊക്കെ മോറാൻ പൈപ്പൊക്കെ തുറന്നാൽ ഫുൾ പവറിൽ വന്നില്ലെങ്കിൽ ആശ്വാസം ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ വെള്ളം കൊണ്ടാണ് അവിടെ ഒതുകൊടുക്കാറുള്ളത്. അവിടുന്ന് കുളിക്കുമ്പോ, അവിടുന്ന് അലക്കുമ്പോ പലപ്പോഴും ഞങ്ങളൊക്കെ കണ്ടതാണ്. വളരെ കുറഞ്ഞ വെള്ളം കൊണ്ടാണ് കുളിക്കുക, വളരെ കുറഞ്ഞ വെള്ളം കൊണ്ടാണ് ഒതുകൊടുക്കുക. ഇതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കാണിച്ചു തന്നതായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ മഹബത്ത് വെച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. മഹാന്മാര് വിശദീകരിച്ചത് കാണാം. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ ഓരോരുത്തർക്കും പല ഡിഫറൻസ് ഉണ്ടാവും. എല്ലാവരും ഒരു ഗ്രേഡിലല്ല, ഓരോരുത്തരുടെ ഗ്രേഡ് വ്യത്യാസം ഉണ്ടാവും. മുത്തുനബിയോടുള്ള മഹബത്ത് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഓരോരുത്തരുടെ ഗ്രേഡ് വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ മഹബത്ത് വെച്ചവർ കൂടുതൽ മുത്തുനബിയുടെ അടുത്തായിരിക്കും. മഹബത്ത് കുറഞ്ഞവർ അതിനനുസരിച്ച് അകന്നു പോകും. അതേപോലെ മഹാന്മാർ വിശദീകരിക്കുന്നു, നരകത്തിലും ഇങ്ങനെ തന്നെയാണ് സീറ്റുള്ളത്. ഏറ്റവും മുത്തുനബിയിലും അടുത്ത ഉറപ്പുള്ള ആളാണോ അവൻ നരകത്തിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നവരായിരിക്കും. കുറച്ചൊക്കെ അതിനനുസരിച്ച് പറയും, അതിനനുസരിച്ച് ലഘൂകരിക്കപ്പെടും. നിങ്ങൾക്കറിയില്ല അബൂലഹബ് ആരാ? വളരെ കർശനമായ ഖുർആൻ അബൂലഹബ് നശിച്ചു, അവൻ നരകത്തിൽ ശാശ്വതമാണെന്ന് പച്ചയിൽ പറഞ്ഞ അബൂലഹബല്ലേ, ആ അബൂലഹബ് നരകത്തിൽ ശാശ്വതമാണ്. പക്ഷേ ഇമാം ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്നത് കാണാം, അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകം എന്ന് പറഞ്ഞ റഹ്മത്തിന്റെ ഒരു കടുകുമണി പോലും ഇല്ലാത്ത ആ നരകത്തിൽ പോലും ആ അബൂലഹബിന്റെ വിരലിലൂടെ വെള്ളം ലഭിക്കുന്നുണ്ട് തിങ്കളാഴ്ച ദിവസം. എന്തേ കാരണം? ആമിന എന്ന ദമ്പതിക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന് അബൂലഹബിന്റെ അടിമയായ സുവൈബത്ത് ഓടിപ്പോയി പറഞ്ഞു, ആമിന പ്രസവിച്ചിട്ടുണ്ട്, അബ്ദുല്ലക്ക് ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അന്ന് മുഹമ്മദ് നബിയായിട്ടില്ല, റസൂലായിട്ടില്ല, മുമ്പാണ്. ആ ആൺകുഞ്ഞ് ജനിച്ചു എന്നൊരു വാർത്ത കേട്ടപ്പോ ഒരു ആൺകുട്ടി ജനിച്ചല്ലോ എന്ന ഒരു സന്തോഷം പ്രകടിപ്പിച്ച് ആ ഒരു സന്തോഷത്തിന്റെ കാരണം സുവൈബത്ത് എന്ന അടിമയെ ഉടനെ അങ്ങ് ഇതോടെ സ്വതന്ത്രയാക്കി ആ മോചിപ്പിച്ച് സന്തോഷിച്ച ഒറ്റ കാരണം കൊണ്ട് ശാശ്വതമായി കിടക്കുന്ന അബൂലഹബിന് പോലും നരകത്തിൽ ചെറിയ ആശ്വാസം തിങ്കളാഴ്ച ലഭിക്കുന്നുണ്ടെങ്കിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് മഹാന്മാര് ചോദിക്കുകയാണ്, ഈ ബഹുദൈവാരാധകനായ നരകത്തിൽ ശാശ്വതനായ അബൂലഹബിന് പോലും നബിത്തങ്ങളുടെ തിങ്കളാഴ്ചയിൽ ജനിച്ചതിൽ ഒരൊറ്റ സന്തോഷം പ്രകടിപ്പിച്ചതിന് ആ നരകത്തിൽ ചെറിയ ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ മുവഹ്ഹിദീങ്ങളായ ഏകദൈവ വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമുക്ക് എന്തായാലും ഉറപ്പല്ലേ നബിത്തങ്ങൾ കൊണ്ട് സന്തോഷിച്ചാൽ പ്രതിഫലം ലഭിക്കുമെന്നതിൽ ആർക്കാണ് സംശയമുള്ളത്? നബിദിനം ആഘോഷിക്കണ്ടേ, മൗലിദ് ഓതണ്ടേ, ആഘോഷം നടത്തണ്ടേ, ആരെ കെട്ടണ്ടേ? കൽബിൽ ഈമാനുള്ളവരെ ചിന്തിക്കുക.